ഹലോ ഗായ്സ്. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ചക്കയും ചിക്കനും ആയിട്ട് വന്നു. അപ്പം ചിക്കൻ നല്ലതായിട്ട് കഴുകി ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പും അതൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം കേട്ടോ. പിന്നെ ഇതാ പൊന്നൂസിന് ഞാൻ കുറച്ച് കഷ്ണങ്ങളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ പൊന്നൂസ് ഇതാ ഉപ്പിനകത്ത് പരിപാടിയാണ്. ഇപ്പം മെയിൻ പരിപാടിയാണ് അവൾ ഈ ചൂടിലിട്ടിട്ട് അല്ലെങ്കിൽ കൊരണ്ടി ഇട്ടിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഈ പാത്രത്തിൽ ഉപ്പിടുക കേട്ടോ, വാരുക എന്നുള്ള. അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ തിരുമ്മി ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ ചിക്കൻ. അപ്പോൾ ഇതാ പുറത്തേക്ക് വന്നപ്പോൾ ഏട്ടൻ ചക്ക മുറിക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ 3 ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരെണ്ണം വലിയധികം മൂത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരെണ്ണം നല്ലായിരുന്നു. പിന്നെ ഒരെണ്ണം മുറിച്ചിട്ടില്ല കേട്ടോ, 2 മുറിച്ചുള്ളൂ. പിന്നെ നല്ല മഴക്കാറുണ്ട് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ഫുള്ളൊരു മഴ മൂടലാണ് കേട്ടോ. എനിക്കിങ്ങനെ മഴ മൂടലാകുന്ന ഒരു വലിയ താല്പര്യമില്ല കേട്ടോ. എന്തോ ഒരു ക്ലൈമറ്റൊക്കെ എന്തോ ഇരിക്കും, എനിക്കത് ഇഷ്ടമില്ല. നല്ല വെളിച്ചവും നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല അടിപൊളി. ഇപ്പോൾ ജനുവരിയൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതിസാഹസികമായിട്ട് ചക്ക വെട്ടുന്നുണ്ട്. അപ്പോൾ ചക്കയൊക്കെ ഞങ്ങൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അത് നേരെ കയറി വന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് പിന്നെ അത് സവാള ഇട്ട് കൊടുത്ത് കുറച്ച് പട്ടയും പിന്നെ ഇതാ കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ചീരകം അതും കൂടെ ഞാൻ മിക്സിയിൽ നിന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ വേവിച്ചിട്ട് കറി വെക്കാറുണ്ട്. പിന്നെ അല്ലാണ്ട് ചിക്കൻ വേവിക്കാതെ മസാലയൊക്കെ മൂപ്പിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊഴിച്ച് അങ്ങനെയും വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയാണ് വെക്കുന്നത്. ഏട്ടനും മുന്നൂസും കൂടെ ഇതാ പോപ്കോൺ തിന്നുക കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ചക്ക ഒരുക്കണം. അപ്പം ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ചിക്കൻ മസാലയും കുറച്ച് മല്ലിപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഗ്രേവിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാനായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ചിക്കനും ചക്കപ്പുഴുക്കും അടിപൊളി ഒരു കോമ്പിനേഷൻ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിക്കനൊക്കെ അടുപ്പിലായിട്ട് വെച്ചിട്ട് ഞാൻ ചക്ക ഒരുക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. ചക്ക ഒരുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചക്കയൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. ചക്കച്ചോള് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടനും പൊന്നൂസും കൂടെ പാട്ട് കേട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരത്തേക്ക് കഴിക്കാമെന്ന് ഓർത്തായിട്ട് ഇരിക്കുന്നത്. കാരണം ഇപ്പം സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കേക്ക് ഉണ്ടാക്കാൻ പരിപാടി കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കേക്ക് പരീക്ഷണം ഭയങ്കരമായിട്ട് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം പൊടി കൂടിപ്പോയിട്ട് പോലെന്തോ അപ്പം കട്ടിയായിരിക്കുന്നു അതുപോലത്തേക്ക് ഒരു ഇതിലായി പോയിട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ 3 മുട്ടയും ഒക്കെ എടുത്ത് വാനില എസൻസൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റൊക്കെ ചെയ്ത് അതൊക്കെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതാ കൊക്കോ പൗഡർ ഞാൻ കുറച്ച് ചൂട് പാലിലേക്ക് മിക്സാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഡിസൈനൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് പൊന്നൂസും അതിൻ്റെ കൂട്ടത്തിൽ കൂടി. അപ്പോൾ അതാ ഈ ഒരു മാർബിൾ കേക്കാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ പൊടി കൂടിപ്പോയി അതാണ് എനിക്ക് തോന്നുന്നത്. പൊടി കൂടിപ്പോയി. പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് നെയ്യാട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ചത്. ഇനിയിപ്പോൾ അതിൻ്റെയാണോ എന്നാന്ന് അറിയത്തില്ല. എന്തായാലും സംഭവം പാളിപ്പോയിട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ ഓർത്തിരിക്കും കേട്ടോ. അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കുന്നതാണ്. ഇത് കണ്ടേ. പിന്നെ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നേരെ കളയാട്ടോ ചെയ്തേ. പിന്നെ ആ സങ്കടമൊക്കെ മാറാനായിട്ട് വൈകുന്നേരം ചായ ഇട്ടു, ചിക്കൻ കറിയും ബ്രെഡും കൂടെ കഴിച്ചു കേട്ടോ. അപ്പം ഏട്ടനൊക്കെ ചക്കപ്പുഴുക്ക് കഴിച്ച് ടി വി കാണുകയാണ് കേട്ടോ. പിന്നെ സമയത്തിന് പാത്രമൊക്കെ കഴുകി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം. പൊന്നൂസിനെ കുളിപ്പിച്ചിട്ടൊന്ന് കുളിക്കണം കേട്ടോ. മഴക്കാറ് നന്നായിട്ടൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ, എന്താ പറയുന്നത്, കേക്ക് ഉണ്ടാക്കണമെന്ന്. അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ശരിയായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞാനത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വെച്ചിട്ട് ഉണ്ടാക്കി കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കി അപ്പോൾ സക്സസ് ആയിരുന്നു. പിന്നെ ഇന്ന് ഞാൻ ബിസ്ക്കറ്റും കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതും കുഴപ്പമില്ല, അത് വന്നിട്ടുണ്ടായിരുന്നു. ഹൈഡ് ആൻഡ് സിക്കിൻ്റെ ബിസ്ക്കറ്റായിരുന്നു. പല ഫ്ലേവറിലായിരുന്നു കേട്ടോ അതിൻ്റെ ക്രീമിൻ്റെ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പല ഫ്ലേവറിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ചക്കപ്പുഴുക്ക് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പം കുറച്ച് കേക്കും കൂടെ ബാക്കിയാണ് കേട്ടോ. അതിപ്പോൾ ഇനി പൊന്നൂസിന് രാവിലെ ആകുമ്പോഴത്തേക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു, തണുപ്പൊക്കെ മാറി കഴിയുമ്പോൾ. അപ്പം അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇതാ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും എടുത്തു. ഇനിയിപ്പം ടി വി കണ്ടുകൊണ്ടൊന്ന് കഴിക്കണം. പിന്നെ ഇപ്പോൾ സമയം 7 മണിക്ക് ആയിട്ടുണ്ട്. കുറച്ചൊക്കെ കഴിയുമ്പോൾ ചോറുന്നു. പൊന്നൂസ് കിടന്നുറങ്ങി കേട്ടോ. ഇന്നത്തെ മുകളിൽ ഉറങ്ങാനായിട്ട് നമ്മൾ
കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതിൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ടാറ്റാ.